ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അയ്യോ അളിയൻ, ഇത് ഞാനല്ല അളിയ. എന്താടാ നിന്റെ കയ്യില്? എന്റെ വിരല്. അല്ല, നഖം. നീയാണോടാ എന്റെ കുപ്പി എടുത്തത്? നീയാണോ എന്റെ കുപ്പി എടുത്തതെന്ന്? ഓഹോ, അത് ശരി. അപ്പൊ ഇത് അളിയന്റെ കുപ്പിയായിരുന്നല്ലേ? ഇടി വഞ്ചുകി. എന്നിട്ട് അവൾ എന്നെ പറഞ്ഞു പറ്റാ. നീ എന്താ പൊട്ടം കളിക്കുന്നോ? മര്യാദ കുപ്പിങ്ങാടാ. അളിയ, ഐ ആം സോറി അളിയ. അളിയ എന്നോട് ക്ഷമിക്കണം. ഇതാരോടും പറഞ്ഞ നാറ്റിക്കരുത്. എന്ത്? ഞാനല്ല അളിയ മോഷ്ടിച്ചത്. പിന്നെ അളിയന്റെ ഒറ്റ പെങ്ങളാ അവള്. അവളിപ്പോ മോഷണം തുടങ്ങിയ? അളിയ, തൊണ്ടി മുതൽ വാങ്ങി അളിയ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കളിയ. അത് വേറെ അവളെ തലവര വെച്ചേക്ക. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നീ ഇപ്പൊ എങ്ങും പോണ്ട. പോണ്ട. ഏതായാലും നീ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, ഉണക്കല്ലേ? നമുക്കൊരെ നടിച്ചാല. അത് മര്യാദ. പിന്നെ നീ അടിച്ചിട്ടുണ്ടാ? ഒരു ചെറുതല്ല, ചെറുതിന്റെ വലുത്. അത് പിന്നെ അളിയന്റെ പെങ്ങള് നിർബന്ധിച്ചപ്പോ അളിയന്റെ പെങ്ങള് എന്റെ പെങ്ങളല്ലേ? അപ്പോ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നമുക്ക് എന്തൊരു മണം! ഇന്ന് ഞാൻ ക്ലാരമ്മേനെ അഴച്ച് തറ പറ്റിക്കും. ഈ ലോകം മുഴുവനും പറയും, ഗോമതി നീയാണ് ചെമ്പകശ്ശേരിയിലെ ചീഫ് കുക്കറെന്ന്. നിന്റെ സാമ്പാറാണ് ലോക സാമ്പാറെന്ന്. എന്താ ഗോമതി അവിടെ ഉണ്ടാക്കുന്നേ? മടമടിച്ച് വന്നതായിരിക്കും അല്ലേ? ഓ, ഇന്ന് ഞാൻ നിങ്ങളുടെ ചീട്ട് കീറി പെണ്ണുപിള്ളേ. എന്റെ സാമ്പാറിനെ തോൽപ്പിക്കാൻ നിങ്ങളുടെ ഏത് ഓണ വിഭവത്തിന് കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല. ഇതാണ് മോളെ സാമ്പാർ. ഈ ലോകം കണ്ട ഏറ്റവും മനോഹരമായ സാമ്പാർ. വേൾഡ് ഫേമസ് സാമ്പാർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് സാമ്പാറാണെന്ന് നിന്നോടാരും? അത് ശരി, ഞാൻ ഉണ്ടാക്കിയ വിഭവം എന്താണെന്ന് എന്നോട് ആരെങ്കിലും പറയണോ? ഇത് സാമ്പാറല്ല, ഇതാണ് പുളിശ്ശേരി. അതെ, മൂർത്തിയോട് പറഞ്ഞോണ്ടല്ലോ അടിച്ച് ആപ്പീസ് കൂട്ടി ഞാൻ. എന്റെ ഗോമതി, വെളിവില്ലാത്ത വർത്താനം പറയല്ലേ. ഇത് സാമ്പാറല്ലെന്ന്, ഇതാണ് പുളിശ്ശേരി. എന്റെ സാമ്പാറിനെ കുറ്റം പറഞ്ഞോണ്ടല്ലോ. കുറ്റം ഉണ്ടെങ്കിൽ പറയും. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഡു യു നോ ഹു ഈസ് എ കുക്ക്? A cook is a skilled culinary professional, typically with formal training and management. You know? നിർത്ത്. ഏതോ സായിപ്പിന്റെ വീട്ടിൽ കുശിനിപ്പണിക്ക് പോയി 4 ഇംഗ്ലീഷ് പഠിച്ചെന്ന് വെച്ച് എന്നെ കയറി അങ്ങ് ഉണ്ടാക്കാൻ വന്നോണ്ടല്ലോ. ഒരു കുക്കർ എന്താണെന്ന് നിങ്ങളെക്കാട്ടും നന്നായിട്ട് എനിക്കറിയാം. കഴിക്കുന്നവന്റെ വയറിന്റെ ആഴമറിഞ്ഞല്ല, നാവിന്റെ സ്വാദറിഞ്ഞുണ്ടാക്കുന്നവനാണ് യഥാർത്ഥ കുക്കർ. You know Mrs. Claramme? Not only but also kilometers and kilometers Washington DC to America. I love you, മീനുക്കുട്ടി. എന്താ ചേച്ചി? ഗോമ ചേച്ചി, എന്താ ചേച്ചി? നിങ്ങൾ തമ്മിൽ പിന്നെ എങ്ങനെ ഉടക്കാതിരിക്കും മോളെ? ഈ പെണ്ണുപിള്ള പറഞ്ഞ തെമ്മാടിത്തരം മോള് കേട്ടില്ലേ? ഞാൻ നല്ല ഒന്നാന്തര സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇവര് വന്ന് പറയാ ഇത് പുളിശ്ശേരിയാണെന്ന്. ഞാനിതെങ്ങനെ സഹിക്കും മോളെ? മോള് ആരുടെ പക്ഷം ചേരണം? സത്യസന്ധമായിട്ട് മോള് പറയണം, ഇത് സാമ്പാറാണോ പുളിശ്ശേരിയാണോ? ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ടെടുക്ക്. ഞാൻ നോക്കാന്നേ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. പറ മോളെ, മോള് നോക്കിട്ട് പറ ചേച്ചിയുടെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന്.
ഛെ, പറയാം ഗോമതി ചേച്ചി നിക്ക്. സാമ്പാറല്ല പുളിശ്ശേരിയാണെന്ന് പറഞ്ഞു കൊടുക്കും മോളെ. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. മോള് നോക്കേ, മോള് നോക്കട്ടെ. പറയട്ടെ, ഓ ഇത് സാമ്പാറല്ല പുളിശ്ശേരിയും അല്ല, പിന്നെ നല്ല ഒന്നാം തരം ചിക്കൻ 65. എപ്പിടി എങ്ങനെ പറ. അളിയനാണ് അളിയ, അളിയൻ. അളിയനെപ്പോൾ ഒരു ഡീസന്റ് ആയ അളിയനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അളിയൻ വെറുതെ അളിയനല്ല അളിയ, അളിയനാണ് യഥാർത്ഥ അളിയൻ. ഓ ഓ അളിയ, നല്ലൊരു ഓണക്കാലായിട്ട് എനിക്ക് അളിയനോട് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയണം. നീ പറഞ്ഞോടാ, എന്ത് വേണേലും പറഞ്ഞോ, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. നീ എന്റെ ഒരേ അളിയനല്ലേ? അതെ. നീ പുന്നാര അളിയല്ലേടാ? നീ പറ. ദേ, എന്റെ മനസ്സിന്റെ മച്ചകത്ത് നിന്റെ രഹസ്യങ്ങൾ മുഴുവൻ എന്ന് രഹസ്യങ്ങളായിരിക്കും. അതെനിക്കറിയാം അളിയ. അതൊരിക്കലും പുറത്തു പോവില്ലടാ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഓക്കെ, ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. പറയടാ. അളിയനറിയാമോ അളിയ, ഞാനും പൂജ്യം തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധം നിങ്ങൾ ആരും കരുതുന്ന പോലൊരു ബന്ധമല്ല അളിയ അത്. അല്ലേ? പിന്നെ അല്ലെന്ന് ശരിക്കും സത്യസന്ധമായി ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സർവ്വതും പറഞ്ഞ് സത്യം പറഞ്ഞ പറയടാ. ആ പറയാം. പറയടാ, നീ എല്ലാം പറ. ഈ ഓണം ഞാൻ ദീപാവലിയാക്കി മാറ്റിത്തരാം. സഹിക്കാൻ പറ്റുന്നില്ല അളിയ. എന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ പുരുഷന്മാരുടെയും വിങ്ങലുകളാണ് അളിയ. അത് ഉൾക്കൊള്ളാൻ ഈ ഭൂമി ദേവിക്ക് പോലും കരുത്തുണ്ടാവൂല. ഓ, കഥാപ്രസംഗം നിർത്തി കാര്യം പറയടാ. ഞാൻ പറയട്ടെ അളിയ? ഇടാ, ഒന്ന് പറഞ്ഞു തോലിക്കടാ. ഞാൻ പറയട്ടെ? നോ. അളിയന് കഥ കേൾക്കണ ഇഷ്ടമല്ലേ? കഥ കേൾക്കുന്നതൊക്കെ ഇഷ്ടാ. പിന്നെന്താ? പക്ഷെ നീ ഗുരുദോഷം കാണിക്കരുത്. ഗുരുദോഷം? പിന്നെ അല്ലാതെ അനേകായിരം കഥകളായിട്ട് ഞാനെടുത്ത് ഇവിടെ ഇരിക്കുമ്പോ നീ ആദ്യം കയറി കഥ പറയുന്ന ഗുരുദോഷം അല്ലേടാ? എടാ അല്ലേ? എടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാൾ ഒരു 8-10 ഓണം കൂടുതലുണ്ടല്ലോ ഞാൻ. പിന്നെ അളിയൻ പറ. എടാ, നിനക്കറിയോ ഞാനും നിന്റെ പെങ്ങളും തമ്മിൽ പ്രണയിച്ച കഥ? ഇല്ല. ഇല്ലല്ലേ? പറ. നീ മഹാഭാരതം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോടെ രാമായണം എന്ന് കേട്ടിട്ടുണ്ടോ? നിനക്കേ എടാ, നിനക്ക് ഈ രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് അറിയാമോ? ഇല്ല. അയ്യേ, എന്തിനടാ നീയൊക്കെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? എടാ, രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. എടാ, ആ ശ്ലോകങ്ങളെക്കാൾ കൂടുതലുണ്ട് ഞാൻ നിന്റെ പെങ്ങളുമായുള്ള പ്രണയത്തിന്റെ അധ്യായങ്ങൾ.